കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ ദേശീയ ശാസ്ത്ര ദിനത്തോടനുബന്ധിച്ച് ശാസ്ത്രമേള നടത്തി. ശാസ്ത്രമേള സ്കൂൾ വൈസ് ചെയർമാൻ ഫാദർ റോയി ജോർജ് ഉദ്ഘാടനം ചെയ്തു. കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ ദേശീയ ശാസ്ത്ര ദിനത്തോടനുബന്ധിച്ച് ശാസ്ത്രമേളയ്ക്ക് തുടക്കമായി. KG സെക്ഷൻ മുതൽ 9ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ വിവിധ ശാസ്ത്ര സാങ്കേതിക വിദ്യ നിർമ്മാണവും പ്രവർത്തനവും പ്രദർശനത്തിന് അണിനിരത്തിയിരുന്നു. വിവിധ സ്റ്റാളുകളിലായിരുന്നു പ്രദർശനം നടന്നത്. ഇത് കാഴ്ചക്കാർക്ക് ഏറെ കൗതുകമായി. എല്ലാ വർഷവും ശാസ്ത്ര ദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ ഇത്തരത്തിൽ ശാസ്ത്രമേള സംഘടിപ്പിക്കാറുണ്ട്. LKG മുതൽ സ്റ്റാൻഡേർഡ് 10 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ അവരുടെ സയൻസ് സംബന്ധമായ അറിവുകളും ഒപ്പം തന്നെ സോഷ്യൽ സയൻസ്, ലാംഗ്വേജുകൾ ചേർന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട എക്സിബിഷനുകളും നടത്തി വരാറുണ്ട്. ഈ വർഷവും കുട്ടികൾ സോളാർ സിസ്റ്റം, അതോടൊപ്പം തന്നെ എക്കോ സിസ്റ്റം, ഫോറസ്റ്റ് എന്ന് തുടങ്ങി മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഒരു ഏറിയൽ വ്യൂ ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള എക്സിബിഷൻ ഐറ്റംസ് പ്രദർശിപ്പിക്കുകയുണ്ടായി. സ്റ്റിൽ മോഡലുകളും വർക്കിംഗ് മോഡലുകളും അടക്കം ഏകദേശം 400ഓളം എക്സിബിഷൻ ഐറ്റംസ് കുട്ടികൾ പ്രദർശിപ്പിച്ചു. എല്ലാ ക്ലാസ്സിലെയും കുട്ടികൾ പങ്കാളികളായതിൽ ഗായത്രിയുടെ പ്രവർത്തകർ സന്തോഷമുള്ളവരാണ്. ഒപ്പം തന്നെ ഗായത്രിയുടെ LKGയിൽ പഠിക്കുന്ന അദ്രജ നിജേഷ് കാർണവരുടെ രക്ഷകർത്താക്കൾ അവതരിപ്പിച്ച പുരാവസ്തു പ്രദർശനം ഈ വർഷത്തെ സയൻസ് എക്സിബിഷന്റെ ഭാഗമായി പ്രത്യേകം അഭിനന്ദനം അർഹിക്കുകയുണ്ടായി. 100 വർഷങ്ങൾക്കും അതിലപ്പുറവും പഴക്കമുള്ള വളരെയധികം വസ്തുക്കൾ രക്ഷകർത്താക്കളോട് പ്രദർശിപ്പിച്ചു. അത് കാണികളിൽ അത്ഭുതം സൃഷ്ടിക്കുകയുണ്ടായി. ഈ വർഷത്തെ ശാസ്ത്രമേള സ്കൂൾ വൈസ് ചെയർമാൻ ഫാദർ റോയി ജോർജ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ വിധത്തിലും സന്തോഷത്തിൻ്റെയും അതോടൊപ്പം തന്നെ സംതൃപ്തിയുടെയും ഒരു നല്ല സുദിനമാണ്. ഇന്നേക്ക് 97 വർഷങ്ങൾക്ക് മുൻപ് സർ CV രാമൻ കണ്ടുപിടിച്ച പ്രകാശത്തിൻ്റെ പ്രകീർണമെന്ന നോബൽ സമ്മാനാർഹമായ ആ വലിയ ശാസ്ത്ര കണ്ടുപിടുത്തത്തെ ആ ദിവസത്തെ ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുമ്പോൾ ഗായത്രിയും നമ്മുടെ കുരുന്ന ശാസ്ത്രകാരന്മാർ അവരുടെ കണ്ടുപിടുത്തങ്ങൾ, അവരുടെ കൗതുകങ്ങൾ, അവരുടെ ആകാംക്ഷ, അവരുടെ ഭാവന വൈഭവങ്ങളൊക്കെ ഇവിടുത്തെ അധ്യാപകരുടെ സഹകരണത്തോടെ നടത്തുമ്പോൾ ശാസ്ത്രത്തിന് വലിയ സംഭാവന നൽകാൻ, രാഷ്ട്രത്തിൻ്റെ ഭാവി പുരോഗതിയിൽ ഗായത്രിയുടെ യുവശാസ്ത്രകാരന്മാർക്ക് കഴിയും. ഓരോ വർഷവും ഈ എക്സിബിഷൻ ഗായത്രിയെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുവന്ന് എത്തിക്കുവാൻ സാധിക്കുന്നു. അതിന് നേതൃത്വം നൽകുന്ന മാനേജ്മെൻറ്റിനോടും ഗായത്രിയുടെ എല്ലാ അധ്യാപക ശ്രേഷ്ഠരോടുമുള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം അഭിനന്ദനങ്ങൾ. ഏകദേശം 300ഓളം ശാസ്ത്ര സാങ്കേതിക സാമഗ്രികളുടെ പ്രദർശനം നടന്നു. കൂടാതെ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണവും പ്രദർശനവും ബോധവൽക്കരണവും മേളയുടെ ഭാഗമായി തീരുന്നു. വിവിധ രാജ്യങ്ങളുടെ കറൻസികൾ, പഴയകാല നാണയങ്ങൾ, സോളാർ സിസ്റ്റം, വനവും വന്യജീവികളും, വൈദ്യുത ഉൽപാദനം, ചന്ദ്രയാന്റെ പ്രദർശനം തുടങ്ങിയവ ഏറെ കൗതുകം സൃഷ്ടിച്ചു. കൂടാതെ ഏറെ ചർച്ചകൾക്ക് വിധേയമായിട്ടുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ മാതൃകയും പ്രവർത്തന രീതികളും അവതരിപ്പിച്ചു. MS അരുൺകുമാർ MLA ശാസ്ത്ര പ്രദർശനമേളയും പുരാവസ്തു ശേഖരം മ്യൂസിയവും സന്ദർശിച്ചു. ആധുനിക യുവത്വം ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട് ആരെയും തോൽപ്പിക്കാനും നശിപ്പിക്കാനും ശ്രമിക്കുന്ന ഈ കാലയളവിൽ ഗായത്രി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് MLA പറഞ്ഞു. ഗായത്രി സെൻട്രൽ സ്കൂളിലെ കുഞ്ഞുങ്ങളുടെ ശാസ്ത്രീയപരമായ ഇടപെടലുകളെ കുറിച്ച് കാണാൻ കഴിയുന്നത് നിരവധിയായ നമുക്ക് ഏറെ ഗൗരവത്തോടെ ചിന്തിക്കാൻ കഴിയുന്ന നിരവധിയായ പ്രോജക്റ്റുകൾ അവർ തയ്യാറാക്കി സയൻസ് എക്സിബിഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ എല്ലാവരും വരിക, ഇതെല്ലാം കുഞ്ഞുങ്ങളുടെ ഈ പ്രകടനങ്ങൾ, അവരുടെ കഴിവുകൾ കാണുക എന്നുള്ളതാണ് പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത്. LKGയിൽ പഠിക്കുന്ന ആർദ്ര എന്ന കുട്ടിയുടെ പേരൻറ്റ് ഈ നിലയിൽ കുഞ്ഞുങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇരിക്കുന്ന എല്ലാ രക്ഷകർത്താക്കളും കുഞ്ഞുങ്ങളെ പ്രത്യേകമായി കെയർ ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി അവരുടെ കളക്ഷൻ കൂടി കുഞ്ഞുങ്ങളെ അത്തരം കാര്യങ്ങളിലേക്ക് പഴയ കാലത്ത് നാം എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യ കാലഘട്ടത്തിലെ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഈ എക്സിബിഷൻ്റെ ഭാഗമായി കാണാൻ കഴിയുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഇതിലപ്പുറം എടുത്തു പറയേണ്ടത് ഗായത്രി സെൻട്രൽ സ്കൂളിലെ ഷൈസാർ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലാണ്. ഇത്തരം കാര്യങ്ങളിലെ കുഞ്ഞുങ്ങളുടെ കഴിവുകളെ പരമാവധി ഉപയോഗപ്പെടുത്താനും അവരെ കുറേ കൂടി എൻകറേജ് ചെയ്യാനും കഴിയുന്ന നിലയിലേക്ക് ഈ പ്രവർത്തനങ്ങളെ ആകെ മാറ്റുന്നു എന്നുള്ളതാണ്. കുഞ്ഞുങ്ങൾ അതിലേറെ സന്തോഷിക്കുന്നു എന്നുള്ളത് ഇവിടെ വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഗായത്രി സെൻട്രൽ സ്കൂളിനെയും അതിൻ്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ഷൈസാർ ഉൾപ്പെടെയുള്ളവർ പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. അധ്യാപകരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയുന്നതും നിർമ്മാണത്തിൽ ഏർപ്പെടുന്നതും നല്ല ശീലങ്ങൾക്ക് വഴിവെക്കുമെന്നും രാഷ്ട്രത്തിന് യുവശാസ്ത്രകാരന്മാരെ സംഭാവന ചെയ്യുവാനും അവരുടെ ചിന്തകളെ സജീവമാക്കാനും ഇത്തരം മേളകൾക്ക് കഴിയുമെന്നും സ്കൂൾ ചെയർമാൻ C. ഷാജി പറഞ്ഞു. ചീഫ് കോർഡിനേറ്റർ അഷ്ന രാജൻ, സീനിയർ പ്രിൻസിപ്പൽ
വിനീത ആർ പിള്ള, വൈസ് പ്രിൻസിപ്പൽ ഷീജ പി നായർ, ചീഫ് ഒബ്സർവർ ശ്രുതി വിജയൻ, ഗായത്രി ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി ജേസൺ, ട്രഷറർ ജോസ് ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ഗായത്രി സ്കൂളിലെ പുരാവസ്തു മ്യൂസിയം കാണികളുടെ പ്രത്യേക ശ്രദ്ധ കൈപ്പറ്റി. സ്കൂളിലെ LKG വിദ്യാർത്ഥികളായ അന്തിരിജ, നിജേഷ് ചന്ദ്ര കാരണവരുടെ രക്ഷിതാക്കളുടെ പുരാവസ്തു ശേഖരത്തിൽ നിന്നുള്ള ഒരു ഭാഗമായിരുന്നു പ്രദർശനത്തിനായി എത്തിച്ചത്. CD നെറ്റ് ന്യൂസ്, കായംകുളം.